ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ മുതൽ ഉച്ച വരെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പം ഇന്ന് ഞായറാഴ്ചത്തും തിങ്കളാഴ്ചത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. രാവിലെ സൺഡേ ആയതുകൊണ്ട് നേരെ വൈകിട്ടാട്ടോ എണീറ്റത്. അപ്പോൾ തന്നെ ചായ ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ചായക്ക് ഞാൻ ഇന്ന് പയറാണ് കേട്ടോ, പുഴുക്ക് മാതിരി ഉണ്ടാക്കിയത്. തേങ്ങയൊക്കെ ചിരക്കിയിട്ടിട്ട് വറവിട്ടിട്ട് പിന്നെ ചപ്പാത്തിയും ചുട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ചപ്പാത്തി എടുത്തിട്ടുണ്ട്. രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി പൂപ്പി പെണ്ണിന് നമ്മൾ കോഴിമുട്ടാണ് ഉണ്ടാക്കിയത്. അവൾക്ക് 1.5 കേട്ടോ കോഴിമുട്ട കൊടുക്കാറ്. അങ്ങനെ അവളിതാ കോഴിമുട്ടൊക്കെ പൊട്ടിച്ചു കൊടുത്തിട്ട് കഴിക്കുകയാണ്. പിന്നുള്ള നമ്മുടെ പരിപാടി ചെടിയൊക്കെ നനയ്ക്കലാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലുണ്ട്. അപ്പോൾ ഞാൻ ചെടിയൊക്കെ ഒന്ന് നനയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം പിന്നെ ചെടിയിൽ ഞാൻ കുറച്ച് ചാണകസ്ലറിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഒന്ന് നനച്ചു കൊടുത്താൽ വേഗം റെഡി ആവുമല്ലോ. കണ്ടില്ല, നല്ല വെയിലാണ് കേട്ടോ. സൺഡേ കുറച്ച് അധികം കിടന്നുറങ്ങി കഴിഞ്ഞാൽ പിന്നെ പണിയോട് പണി തന്നെയാണ് കേട്ടോ. അപ്പം മുറ്റം ഒരു ഭാഗമൊക്കെ തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഈ സൈഡിലൊക്കെ ഉണ്ട് വൃത്തിയാക്കാൻ. പിന്നെ കാണാനുള്ളത് നമ്മുടെ രണ്ടാമത്തെ താമര വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് വേറൊരു കളറാണ് കേട്ടോ, നല്ല റോസ് ഷെയ്ഡൊക്കെ ആയിട്ട്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇത് വിരിഞ്ഞതൊക്കെ. പിന്നെ താമരൻ്റെ ഇല കണ്ടില്ല, വലിയ ഇല കേട്ടോ. ചോറൊക്കെ കഴിക്കാം നമുക്ക് സത്യത്തിൽ. പിന്നെ ഇതാ മുന്നേ വിരിഞ്ഞ വേറൊരു കളറിൻ്റെ ഇത്താണ് കേട്ടോ അത്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഇത് 10 മണിയാണ് കേട്ടോ. 10 മണിക്ക് മണ്ണൊന്നും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല കുറേ ഇങ്ങനെ തിക്നെസ് ആയിട്ട് പൂവുണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം ഞായറാഴ്ച നമുക്ക് ഈ പരിപാടിയൊക്കെ നടക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ ഒരു വാഴ അതാ കുളിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനൊക്കെ കുറച്ച് വെള്ളം ഒഴിക്കണം. ഞാനതാ ഓസിൽ കുറച്ച് വെള്ളം അതാ ബക്കറ്റിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു. ഇനി ഇവിടെ ഒന്ന് അടിച്ചു തരണം. കുറേ ചരലാണ് കേട്ടോ. അടിച്ചു തരിയാലും നല്ല വൃത്തിയാവില്ല അങ്ങോട്ട്. കണ്ടില്ല, അടിച്ചേരിയിട്ട് വൃത്തിയാവാത്ത മാതിരി, പക്ഷേ ക്ലീൻ ചെയ്തതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അടിച്ചു വാരലും നനയ്ക്കലും എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഏകദേശം 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം കിച്ചൺ വേസ്റ്റിൽ വെള്ളം കൊണ്ടുവന്നതാണ്. ഇത് ഞാൻ കറിവേപ്പിൻ്റെ തൈക്ക് വയ്ക്കാനാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ എൻ്റെ കറിവേപ്പ് കണ്ടില്ലേ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. ഇതാണ് കേട്ടോ ഇതിൻ്റെ രഹസ്യം. പിന്നെ ഞാൻ ചാണകപ്പൊടി ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമായത് ഞാൻ ഇതിന്നാണ് പൊട്ടിച്ചെടുക്കാറുള്ളത്. പിന്നെ ഏകദേശം 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതിൽ നിന്ന് ഇലയൊക്കെ പൊട്ടിച്ചെടുക്കാൻ തുടങ്ങിയത്. ഇപ്പം പൊട്ടിച്ചെടുക്കുമ്പോൾ ആ ഭാഗം തേത്തിട്ട് വീണ്ടും ഉണ്ടാവും കേട്ടോ. നമ്മുടെ വീട്ടിലിങ്ങനെ ഉണ്ടായി കിടക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷമല്ലേ പറിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ പുറമുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഇതാ ഫുഡിന് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. വിറകുള്ളതുകൊണ്ട് പുറത്താണ് വെച്ചത്. പിന്നെ ചോറൊക്കെ ഊറ്റിതാ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയതാണ്. കൂടെ ഞാൻ കുറച്ച് എന്താ പറയുക, ഈ ഗ്യാസ് അടുപ്പിൻ്റെ മേലുള്ള അടുപ്പില്ലേ സ്റ്റാൻഡും അത് വാങ്ങിച്ചു. അടുപ്പിൻ്റെ സ്റ്റാൻഡ് കേട്ടോ. ഇത് എൻ്റെ അടുത്ത് ബ്ലാക്ക് കളർ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിങ്ങനെ തുരുമ്പിച്ച് പോവാണ്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഇനി സ്റ്റീലിൻ്റെത് വാങ്ങിക്കാമെന്ന്. അപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഇതുപോലത്തെ ബ്ലാക്കാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വേവേ തുരുമ്പിച്ച് പോവും. അപ്പോൾ ഞാൻ ഇന്ന് സ്റ്റീൽ വാങ്ങിച്ചതാണ്. പിന്നെ ഇത് കുക്കറിൻ്റെ ലെതറാണ് കേട്ടോ. കുക്കറിൻ്റെ ലെതറും മാറ്റിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ചായ ഉണ്ടാക്കാൻ ഞാനൊരു ചെറിയൊരു പാത്രം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് ചായക്കുള്ള ചെമ്പാണുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ പാത്രം ഇല്ല. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ പർച്ചേസിങ്. അപ്പോൾ നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ സ്റ്റാൻഡൊന്ന് വെച്ചോ കേട്ടോ. പറ്റുണ്ടോയെന്ന് ഞാനൊന്ന്
ഇവിടുന്ന് അളവിന് കൊണ്ടുപോയിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ മീൻ ഞാൻ പോകുമ്പോൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി മീൻ കറിക്കാണ്ട് മീൻ ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഏകദേശം ഇപ്പം ഒരു 12:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം കറി ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. അങ്ങനെ മീനൊക്കെ മുറിച്ച് നന്നാക്കി വാഷ് ചെയ്തിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മീൻ മുറിക്കുന്നതിൻ്റെ മുന്നേ തന്നെ പുളിയൊക്കെ ഓൾറെഡി കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പുളിയൊക്കെ ഞാൻ പിഴിഞ്ഞ് ഒരു ചട്ടിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നന്നാക്കി വാഷ് ചെയ്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. 2 സ്പൂൺ മുളക് പൊടി പുളിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തത്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പും 2 തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഗ്യാസിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് തിളയ്ക്കുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് മീൻ അതിൽ നിന്ന് പൊരിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് മുളക് തേച്ചിടട്ടാ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ കറിയല്ലതാ വെട്ടി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മീനിൻ്റെ പീസൊക്കെ അതിലിട്ട് കൊടുക്കാൻ. ഇനി ഈ കറിയിലേക്ക് ഞാൻ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില ഇട്ടിട്ട് നന്നാക്കി ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നാക്കി മിക്സ് ചെയ്തിട്ട് ഞാനിതാ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കറി അപ്പോഴത്തേക്ക് നന്നാക്കി വെന്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മെല്ലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. ഇനി മീൻ പൊരിച്ചെടുക്കാണ്ട് കേട്ടോ. ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മീനൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ അടുപ്പത്ത് പയർ രാവിലത്തെ ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് തോരനാക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് വറവിട്ട് നന്നാക്കി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ തോരന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം 1:30 ആയിട്ടുണ്ട് കേട്ടോ. ഇനി ചോറ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പം ഞാൻ ചോറ് എടുക്കട്ടെ. ചോറൊക്കെ അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മുളകിട്ട നല്ല കിട്ടില്ല അയിലക്കറിയാണ് കേട്ടോ. നമുക്ക് ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. പിന്നെ വറുത്ത അയിലുണ്ട്, കുറച്ച് ഉപ്പേരിയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം ഇനി ഞങ്ങൾ ചോറ് കഴിക്കട്ടെ കേട്ടോ.
പിന്നെ കുറച്ച് രാവിലത്തെ ടൊമാറ്റോൻ്റെ കറി ഉണ്ട് കേട്ടോ, അതും വെച്ചിരിക്കണേ. അങ്ങനെ ഉച്ചയൂണെല്ലാം കഴിഞ്ഞു. അപ്പം നമ്മുടെ പൂപ്പി ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് പുറത്ത് പോയതാട്ടോ. പിന്നെ ഞങ്ങൾ ഒന്ന് ഉച്ചയ്ക്ക് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് നല്ല മഴക്കാറ് കേട്ടോ. അതേ ഡ്രസ്സൊക്കെ അലക്കിയിട്ടതുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ചു. മഴ തുള്ളിയിടാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വിറകുണ്ടായിരുന്നു വാരി വയ്ക്കാൻ, അതൊക്കെ വാരി വെച്ചു. മാസത്തിലെ ഇടിയും മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നല്ല ഇരുട്ട് പിടിച്ച പോലെ ഉണ്ട് കേട്ടോ. പുറത്തേക്ക് വന്നപ്പോൾ പറ്റിയ സമയം ഉണ്ടാ ഒരു 3:45 ആയിട്ടുള്ളൂ കേട്ടോ. ഒരു വൈകുന്നേരം ആയ ഒരു പ്രതീതി ഉണ്ടല്ലേ. നോക്കൂ, അപ്പം നമ്മുടെ മുൻപിൽ തന്നെ സ്കൂൾ ബസ്സിന് പാരൻസ് വെയിറ്റ് ചെയ്തിക്കാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പം അത്രയും ടൈം ആയിട്ടുള്ളൂ കേട്ടോ. സ്കൂൾ ബസ് ഇതാ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. താങ്ക് യു.